ആളുകളുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈമാൻ കുറയാനുള്ള കാരണം? ഈമാൻ കുറയാനുള്ള കാരണം എന്താ? അള്ളാന്റെ റസൂല് പറഞ്ഞു, വറക്കന ഉലമാഉക്കും ഇലാ ഉലാത്തിക്കും. നിങ്ങളുടെ നേതാക്കളായ നിങ്ങൾ ബഹുമാനിക്കുന്ന വലിയ വലിയ കാളിയാന്മാരായ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇലാ ഉലാത്തിക്കും, നിങ്ങളിലെ അധികാരികളിലേക്ക് അവർ ചായും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വ്യവസ്ഥിതികളെ കൃത്യമായി അറിയുന്ന ആളുകളായിരിക്കണം ഖാദി. മുസ്ലിമത്തിന്റെ അവസ്ഥ പറഞ്ഞ പണ്ഡിത നേതൃത്വങ്ങളാണ് വരേണ്ടത്. അവിടെയെല്ലാം രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി ആ വ്യവസ്ഥിതികളെയെല്ലാം നമ്മൾ തകിടം പറിക്കുകയാണ്. റക്കന ഉലമാഉക്കും ഇലാ ഉലാത്തിക്കും, നിങ്ങളിലെ വിവരമുള്ള ആളുകൾ അധികാരിലേക്ക് ചായുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഹറാമിലേക്ക് അവർ ഹലാലാക്കും. ഇവിടെ ക്രിസ്മസ് എന്നുള്ളത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ആരാധനയാണ്. അത് അവർക്ക് നമ്മൾ വകവെച്ചു കൊടുക്കുന്നു, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു, നമ്മൾ അവരെ ആക്രമിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല. അതാണ് മതേതരത്വം. എല്ലാ മതക്കാർക്കും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ കർമ്മങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. വിട്ടുകൊടുത്തു. പക്ഷെ അത് പോരാ. എന്തു വേണം? 5 നേരം നിസ്കരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കുന്ന മുഅ്മിൻ എന്തു വേണം? അതേ നേതാവ് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ ജന്മദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കാളിയാര് കേക്ക് മുറിക്കണം. ഞാൻ വെള്ളിയാഴ്ച ജുമഅക്ക് ഇങ്ങനെ ഈ വിഷയത്തെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചു, പ്രസംഗിച്ചു. ഇന്നവരൊക്കെയാണ് കാര്യം കേട്ടോ. പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ എന്നെ നോക്കി ഭയങ്കര ചിരി. അതെന്താന്ന്? അല്ല, ഉസ്താദ് പറഞ്ഞു ക്രിസ്മസ് എന്നുള്ള വിഷയം അത് മറ്റുള്ളവരുടെ ആഘോഷമാണ്, അവരെ സന്തോഷത്തോട് വിട്ടുകൊടുക്കുക. ഏതായിരുന്നാലും ഉസ്താദ് പോകുന്ന സ്വർഗത്തിൽ ഞാൻ പോയില്ലേലും തങ്ങന്മാര് പോകുന്ന സ്വർഗത്തിൽ ഞങ്ങൾ പോകും. കാരണം എന്തുകൊണ്ടാ? ലൈവില് വരുവാണ് തങ്ങന്മാര് കേക്ക് മുറിക്കുന്നത്. നമ്മൾ തങ്ങന്മാർക്കെതിരല്ല, പക്ഷേ തങ്ങന്മാർ ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരശറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടിമൂളച്ച മുത്തും രത്നമാ. സംശയമില്ല. ഏത് തങ്ങളായിക്കോട്ടെ, ചെറിയവരായിക്കോട്ടെ, വലിയവരായിക്കോട്ടെ, അവരശറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടിമുളച്ച മുത്തും രത്നമാ. തങ്ങന്മാരെല്ലാം രത്നങ്ങളാണ്, നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ അവരെ അനുസരിക്കണമെങ്കിൽ, വഴിപ്പെടണമെങ്കിൽ, അനുധാവനം ചെയ്യണമെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹുവിന്റെ ദീനാവണം, ശരീഅത്തുൽ ഇസ്ലാമാകണം. കണ്ടില്ലേ, ഓൺലൈനിൽ വന്നുകൊണ്ട് വീട്ടിൽ ഉറുമ്പ് കയറുന്നതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ അലിഫ് ലാം മീം ദാലിക ഒരാള് ലൈവിൽ ഇങ്ങനെ ചോദിക്കാണ്ട് വീട്ടിൽ ഉറുമ്പ് കയറിന് എന്ത് ചെയ്യണം? അപ്പം തങ്ങൾ അവിടെ നിന്നിട്ട് ലൈവിൽ പറഞ്ഞു കൊടുക്കുന്നത് അലിഫ് ലാ അവിടെ ഓതാൻ തന്നെ ഉലർക്ക് കിട്ടുന്നില്ല. വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാ.